KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നാളെ മുതലാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. നിലവിൽ പതിച്ചിരിക്കുന്ന പ്രിയദർശിനി സ്റ്റിക്കറുകൾക്ക് പകരം പുതിയ ലോഗോ വരും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് പാർട്ടി MLA-മാർ വിട്ടുനിൽക്കും. നേരത്തെ പറഞ്ഞതല്ല നടപ്പാക്കുന്നതെന്നും ഇത് ആളെ പറ്റിക്കലാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവേ ഉള്ളൂ. ഇനിയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് KSRTCയുടെ ഓർഡിനറി ബസ്സുള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങളതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി. നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കും. ഉദ്ഘാടനത്തിൽ CPM MLA-മാർ സഹകരിക്കുമെന്നാണ്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ലില്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട്. മേഖലാമുള്ള വിവരങ്ങളും ചേർന്നു. മേഖല, മലബാറിൽ തീരെ ഓർഡിനറി ബസ്സുകളില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ചവർക്ക് മലബാറിൽ തീരെ ഓർഡിനറി ബസ് ഇല്ലാതായതിന് ഉത്തരവാദിത്വം ഇല്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് പോട്ടെ. എന്തായാലും ഓർഡിനറി മാത്രം എന്നതിൽ രാഷ്ട്രീയ പ്രശ്നം കാണുന്നുണ്ട്. അത് ആളെ പറ്റിക്കലാണെന്ന് കാണുന്നുണ്ട് CPM എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ അങ്ങനെ സൗജന്യ യാത്ര ഓർഡിനറി ആണെങ്കിൽ കൂടിയും അത് ചുരുക്കം ബസ്സുകളാണെങ്കിൽ മാത്രം അതാദ്യമായാണ്. നാളത്തെ പരിപാടികൾ എങ്ങനെയാണ്, അതിൽ വികസിക്കാനിടയുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്താണ് മേഖല? ഹാഷ്മി, ഇനി അത് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഒരു പുതിയ അധ്യായമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയദർശിനി എന്നുള്ള പേരിൽ UDF സർക്കാർ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു. നാളെ മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ ഓർഡിനറി ബസ്സുകളിൽ പണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാമെന്നല്ല, ടിക്കറ്റ് എടുക്കണം. പക്ഷേ അത് സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ള ആളുകളാണെങ്കിൽ 0 ടിക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക, പണം കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അതിൽ 3100-ലധികം ഓർഡിനറി ബസ്സുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ മലബാർ ജില്ലകളിൽ, പ്രധാനമായും മലപ്പുറം ജില്ലയിലാണ് കുറവ് ഓർഡിനറി ബസ്സുകളും KSRTCയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയാസം പലരിലേക്കും ഈ ഒരു ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്തത് മൂലം ഈ ഒരു ആനുകൂല്യം എത്തില്ല എന്നുള്ളൊരു ആശങ്കയാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പറയുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ 100 ദിവസത്തേക്ക് ഓർഡിനറി ബസ്സുകളിലും അതിനുശേഷം ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കും. എങ്ങനെയാണ് ഈ പദ്ധതി ലാഭനഷ്ട കണക്കുകളൊക്കെ സമർപ്പിച്ച ശേഷം 100 ദിവസത്തിന് ശേഷം രണ്ടാം ഘട്ടം ആലോചിക്കുമെന്നുള്ളതാണ് സർക്കാർ പറയുകയും ചെയ്യുന്നത്. അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. തമ്പാനൂർ സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ KSRTC ബസ് ഉദ്ഘാടന റൂട്ടിൽ ഓടിക്കാൻ പോകുന്നതും സ്ത്രീകൾ, വനിതയായിരിക്കും കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും 60 കോടിയോളം രൂപയാണ് നഷ്ടം സർക്കാരിന് വരിക. അത് നേരത്തെ തന്നെ സർക്കാർ നൽകിക്കൊണ്ടിരുന്ന 125 കോടിക്ക് പുറമെയാണ് ഈ അധിക നഷ്ടം കൂടി വരികയും ചെയ്യുന്നത്. അതെങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ KSRTCക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതിലൊരു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ബാങ്ക് മുഖേന ഓവർഡ്രാഫ്റ്റ് വഴി KSRTCക്ക് ആദ്യം തന്നെ ഈ ഒരു തുക നൽകിക്കൊണ്ട് മാസാവസാനം ബാങ്കിലേക്ക് സർക്കാർ പലിശ സഹിതം തിരിച്ചടക്കുന്ന രീതി, ഓവർഡ്രാഫ്റ്റായി നൽകുന്ന രീതിയും അതിനുശേഷം സർക്കാർ പലിശ സഹിതം മാസാവസാനം ബാങ്കിലേക്ക് തിരിച്ചടക്കുന്ന രീതിയുമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ബാങ്കുമായിട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നഷ്ടം അത് സർക്കാർ വഹിക്കും. അതിനി ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷൻ നഷ്ടം, KSRTCക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഡിനറി ബസ്സുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.